ജയപാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുവല്ലോ ഇതാണ് പ്രതിസന്ധി എന്ന്. ഇപ്പോൾ ഹോട്ടലുകൾക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് നോക്കൂ, ഇപ്പോൾ നമ്മളൊക്കെ കാണുന്ന ഹോട്ടലുകൾ പലതും ഇപ്പോൾ തുറക്കുന്നില്ല, അടച്ചിടുകയാണ്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കാരണം വല്ലാത്തൊരു പ്രതിസന്ധിയാണ്, താങ്ങാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ഇടുത്തി പോലെ 2000-ലധികം രൂപ ഒരു സിലിണ്ടറിന് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ശരിക്കും എന്താണ് ഹോട്ടലുകളുടെ അവസ്ഥ? പൂട്ടേണ്ട അവസ്ഥയിലാണോ പല ഹോട്ടലുകളും? അതോ സാധനങ്ങൾ ഈ വിലയ്ക്ക്, ഈ നിരക്ക് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും കച്ചവട സ്ഥാപനങ്ങൾക്ക് അവർ നടത്തുന്ന അല്ലെങ്കിൽ അവർ വിൽക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരും? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചത് തൽക്കാലം ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടാത്തൊരു സാധനത്തിൻ്റെയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി കേരളത്തിലെ ഏതാണ്ട് പകുതിയോളം ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ച കൂടുതലായിട്ട് അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് കേൾക്കുന്നു 20%, 40%, 62% ഞങ്ങൾക്ക് പാചകവാതകം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഹോട്ടലുകൾ തുറക്കാൻ ശ്രമിക്കുന്ന ഓരോ അംഗത്തിനും വളരെ നിരാശയാണ് ഫലം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ ഒരു ഏജൻസിയുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ 3 ആഴ്ചയായിട്ട് സ്വന്തം അറിയാം, നമുക്ക് ഒത്തിരിയേറെ ജോലിക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് എൻ്റെ അറിവ് വെച്ച് ശരിയാണെങ്കിൽ കാക്കനാട്ട് ഒരു ഹോട്ടലുടമ ഇന്ന് സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്തു. കാക്കനാട് രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. വളരെ ഇത് കൂടുതൽ ആത്മഹത്യയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. നമ്മളിത് പറയുമ്പോൾ പലരും കാര്യമായിട്ട് എടുക്കുന്നില്ല. കേരളത്തിൽ ഏതാണ്ട് ഒരു 50 ലക്ഷത്തോളം പേരെ ബാധിക്കുന്ന ഒരു മേഖലയാണ് ഈ ഭക്ഷണ വിതരണ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ജോലിക്കാർ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഇതൊക്കെ ഉപജീവനം നടത്താൻ വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ സിവിൽ സപ്ലൈസ് കമ്മീഷണർ അടിയന്തരമായിട്ട് തന്നെ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട്. അത് നടപ്പിലാവുകയാണെങ്കിൽ നല്ല കാര്യങ്ങളാണ്. ഇന്ന് വീണ്ടും ഓൺലൈൻ യോഗം വച്ചിട്ടുണ്ട്. ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഇലക്ഷൻ സമയത്ത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുക എന്ന് പറഞ്ഞാൽ അതും അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി കാര്യമായിട്ട് ഇവിടെ ഇടപെട്ടിട്ടുണ്ടായില്ല. ഇന്നലെ മുതൽ അത് വളരെ ശക്തമായിട്ട് ഇടപെടുകയും ഏതൊരു കാര്യമുണ്ടെങ്കിലും ഒരു ടോൾ ലൈൻ നമ്പർ തന്നുകൊണ്ട് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സംവിധാനങ്ങളാണെന്ന് ഓർക്കണം. ഇനിയിപ്പോൾ ദുഃഖവെള്ളി, പെസഹ വ്യാഴാഴ്ച അവധി ദിവസങ്ങളാണ് തന്നെ, ഈസ്റ്ററൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയും ഒരാഴ്ചയും കൂടി നീണ്ടുപോകാം മിനിമം ഈ പ്രതിസന്ധി. അപ്പോഴത്തേക്ക് കേരളത്തിലെ ഹോട്ടലുകൾ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് തന്നെ പോകും. കാരണം നമുക്കറിയാം, ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ തൊഴിലാളികളെ കിട്ടാനും അത് തുറന്ന് പ്രവർത്തിക്കാനും ഒത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, കേരളത്തിൽ 3 ആഴ്ചയായിട്ട് ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് ഇവിടെ വരുന്നില്ല. ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആരാണിത് ചർച്ച നടത്തുന്നത്? ഇവിടെ ഒരു ചർച്ച നടക്കുന്നില്ല. ഇവിടെ ചർച്ച നടക്കുന്ന മുഴുവൻ അന്താരാഷ്ട്ര കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഒരു ചർച്ചയും ഇവിടെ നടക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ നിരാശരാണ്.